ഒരു ക്വസ്റ്റ്യനിലും ഒരു ഇന്റർവ്യൂവിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചാൽ തുടങ്ങാം. സുഖമാണോ? മാത്യുവിനെ 2-3 മാസം മുമ്പ് ഇന്റർവ്യൂ ചെയ്താണ്. അപ്പൊ ഇതുപോലെ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് അപ്പൊ ഞാൻ ചോദിക്കാൻ ചെയ്തു എന്ത് പേരാണിത്, നെല്ലിക്കാമ്പോയിൽ പറയാൻ പറ്റില്ല. അവിടുന്ന് നേരെ വന്നപ്പോഴത്തേക്കും സുഖമാണോ, സിമ്പിൾ ഇത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപരാധി മാറ്റി തരാൻ വേണ്ടിട്ട്. എന്തായാലും ഫെബ്രുവരി 13 പടം ഇറങ്ങുവാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. എന്താ ബ്രോ പരിപാടി? എന്താ പരിപാടി? ഇനിയിപ്പോ ഞാൻ രണ്ടുപേരുടെ നൈസോട്ട് അടി ഉണ്ടാക്കി തരാം, കുത്തിരിപ്പയും കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞായിരുന്നല്ല, സൂപ്പറായിരുന്നു എന്റെ സാധനം. സത്യം പറ, നസ്ലിന്റെ ഒപ്പം അഭിനയിക്കുന്നതാണോ മാത്യുവിന്റെ ഒപ്പം അഭിനയിക്കുന്നതാണോ ഏറ്റവും അടിപൊളിയായിരുന്നു? അങ്ങനെ ചൂസ് ചെയ്യില്ല, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കത്തനാരനെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂല. ലാലേട്ടൻ ഉണ്ടെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. മിർച്ചി സ്റ്റാർ പഞ്ചിൽ ഇന്നെൻ്റെ കൂടെയുള്ളത് സുഖമാണോ, സുഖമാണ് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മാത്യു തോമസും ദേവിക സഞ്ജയാണ്. വെൽക്കം ടു സ്റ്റാർ പഞ്ച്. താങ്ക് യു. അപ്പൊ ഇന്നേ വരെ ഒരു ക്വസ്റ്റ്യനിലും ഒരു ഇന്റർവ്യൂവിലും ആരും ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചാൽ തുടങ്ങാം. സുഖമാണോ? പറയൂ. സുഖമാണ്. അപ്പൊ പറ, എന്താണ് ഈ സുഖമാണോ സുഖമാണ് സിനിമ? ബേസിക്കലി 3 ക്യാരക്ടേഴ്സ്, അവരുടെ ലൈഫ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തിയോ, ദേവിക ചെയ്യുന്ന ക്യാരക്ടർ ചാരു, ജഗദീഷേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആയി. അപ്പൊ ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ ഇവർ ഭയങ്കര ഒറ്റപ്പെട്ടവരാണ്. അപ്പൊ ഇവരെങ്ങനെ ഒരു എന്താ പറയാ, അവർക്ക് സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ പറയാനും അല്ലെങ്കിൽ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരെ ഇവരെങ്ങനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബിലോങ്ങിങ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ജേണിയാണ് ഈ 3 ക്യാരക്ടേഴ്സ് എങ്ങനെ അവരവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഒരു സ്ലൈസ് ഓഫ് ലൈഫ്, എന്താ പറയാ, ഒറ്റപ്പെടലിനെയും എന്തുമാത്രം ഒരു കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെയോ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അതിന്റെ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. അതെ, ഇപ്പൊ ദേവികനെ സംബന്ധിച്ച് 4ാമത്തെ സിനിമയാണിത്. അപ്പൊ ആദ്യം ഞാൻ പ്രകാശൻ, മകൾ, വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. അപ്പൊ ഇത് 3ഉം നമുക്കറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് സത്യനന്ദിക്കാട് സാറും നാദർഷിക്കും. ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ആള് ഫേമസ് ആണ്, പക്ഷെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ന്യൂ കമറാണ്. അപ്പൊ എന്താണ് ഈ കഥയിലോട്ട് അട്രാക്ട് ചെയ്തത്? കഥ തന്നെ പ്രൈമറിലി കഥയുടെ ഫ്ലോവും പിന്നെ ക്യാരക്ടേഴ്സിന്റെ ഒരു ജേർണി ഉണ്ടല്ലോ, അവര് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെങ്കിലും പ്രൈമറിലി അതായിരുന്നു. പിന്നെ ഓൾസോ അത് എടുക്കുന്ന രീതിയിൽ അറ്റ് ദ കോർ ഹ്യൂമൻ കണക്ഷൻസും ഇമോഷൻസിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു സിമ്പിൾ പടമാണ്. പക്ഷെ അത് എടുത്തിരിക്കുന്നതിന്റെ എലിമെന്റ്സ്, കൊണ്ടുവന്ന എലിമെന്റ്സ്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന എലിമെന്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറച്ച് ഫാന്റസി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് അൺകൺവെൻഷണൽ ആയി കഥ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു കോമ്പണന്റ് വല്ലാതെ അട്രാക്റ്റീവ് ആയിരുന്നു എനിക്കത്. മാത്യുവിനെ 2-3 മാസം മുമ്പ് ഇന്റർവ്യൂ ചെയ്താണ്. അപ്പൊ ഇതുപോലെ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് അപ്പൊ ഞാൻ ചോദിക്കാൻ ചെയ്തു എന്ത് പേരാണിത്, നെല്ലിക്കാമ്പോയിൽ പറയാൻ പറ്റില്ല. അവിടുന്ന് നേരെ വന്നപ്പോഴത്തേക്കും സുഖമാണോ, സിമ്പിൾ. ഇത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപരാധി മാറ്റി തരാൻ വേണ്ടിട്ട്. അപ്പൊ ഈ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണോ കഥ മൊത്തം നിങ്ങളെ കേൾപ്പിച്ചത്? അതിനുശേഷം ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ചേർന്ന് ഈ ഒരു ടൈറ്റിലിട്ട് എത്തിയത്. അപ്പൊ അവര് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം ഈ 3 ക്യാരക്ടേഴ്സിന്റെ അടുത്തും സുഖമാണോ എന്ന് ചോദിക്കാൻ അത്രയും അങ്ങനത്തെ ഒരു മൊമെന്റോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരാൾ ഇല്ല അവരുടെ ജീവിതത്തിൽ. സെക്കൻഡ് ഹാഫ് ഇട്ട് വരുമ്പോ അവരെങ്ങനെയാണ് സുഖമാണെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് എത്തുകയും അത് ചോദിക്കാൻ ആൾക്കാരുണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫ്. ഒരു ചോദ്യവും ഉത്തരവും എന്നുള്ള രീതിയിൽ. അതെ അതെ അതെ. ഇതിപ്പോ എന്താ ഹൊറർ കോമഡി അങ്ങനെ ജോണർ തന്നെയാണോ? ഹൊറർ അല്ല, ചെറിയൊരു ഫാന്റസിയുടെ എലമെന്റ് ഉണ്ട്. മരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഹൊററിട്ട് പോകുന്നു. ഹൊറർ അല്ല, നമ്മുടെ നന്ദനം അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടൻ അങ്ങനത്തെ ഒരു ഫാന്റസി. അതെ, അങ്ങനെയൊക്കെ പറയുമ്പോ സർവമായൊക്കെ വന്ന പോലെയൊക്കെ അങ്ങനത്തെ ഒരു ഫാന്റസി. അന്ന് അങ്ങനെയൊന്നും അല്ല, ഇത് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ഇവര് അങ്ങനെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ക്യാരക്ടേഴ്സ്. സർവ്വമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചതാണ്, സത്യനന്ദിക്കാട് സാറിന്റെ മകനാണ്. ചോദിക്കാൻ പറയായിരുന്നു, അഖിലേട്ടാ ആ ഡെലുലുവിന്റെ റോള് ഞാൻ ചെയ്ത. അങ്ങനെയല്ലല്ലോ ഇത്. അതൊരു എനിക്ക് തോന്നുന്നു പ്രൈമറിലി റിയയുടെ ക്യാരക്ടർ എന്താണോ ജീവിതത്തിൽ അത് ഭയങ്കര സിമിലർ ആണ് ഡെലുലുയുടെ ക്യാരക്ടറായിട്ട്. അപ്പം ഇറ്റ് വാസ് ഫോർ ഹെർ എന്നുള്ളൊരു കാര്യം എന്തായാലും ഉണ്ട്.
ആൻഡ് ഇറ്റ് ഇസ് നെവർ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ചെയ്തു വെച്ച കാര്യം അത്രയും എന്റർടൈൻഡ് ആയി ഒരു മൂവി തിയേറ്റർ കാണുക എന്ന് പറയുന്നത് തന്നെ, എസ്പെഷ്യലി നെവിൻ പോളി, അജു വർഗീസ് കംബാക്ക്, ആ കോംബോ ഒക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് ലിറ്ററലി ഹീൽഡ് സംതിങ് ഇൻ മീ. അത് പിന്നെയും അത് തിയേറ്ററിൽ കാണാൻ പറ്റുക, അത് വിറ്റ്നസ് ചെയ്യാന്നുള്ളൊരു കാര്യം ആസ് എ മൂവി എല്ലാ എലിമെന്റ്സും ഒരുമിച്ച് വരുമ്പോഴാണല്ലോ അത് അത്രയും നന്നാവുന്നത്. ഇപ്പൊ ആകെ ഒരു ട്രെയിലറും പാട്ടും മാത്രമേ നമുക്ക് ഇറങ്ങിയിട്ടുള്ളൂ, പിന്നെ കുറച്ച് പോസ്റ്റേഴ്സും. അപ്പൊ ട്രെയിലറിൽ ഒരു ആംബുലൻസ് ഒക്കെ ഓടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് VFX പോലെയാണോ അല്ലെങ്കിൽ ശരിക്കും ഓടിച്ചു തന്നെയാണോ? അല്ല, ചില ഷോട്ടില് VFX ഉണ്ട്, അല്ലാണ്ട് ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ അതിലെ ആംബുലൻസ് അങ്ങനെ ക്രിട്ടിക്കൽ എമർജൻസി ഒക്കെ ഓടുന്ന ആംബുലൻസ് അല്ല, നമ്മള് അല്ലാത്ത സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ട വരൂല ആംബുലൻസുകൾ. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രൈവറാ. എന്താ അതില് ഇത് ശരിക്കും ഓടിക്കുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. എന്തുമാത്രം ഭയങ്കര കൺട്രോൾ കയ്യില. സ്റ്റിയറിംഗ് ആക്ച്വലി ഭയങ്കര ടൈറ്റാ. നമുക്ക് നേരെ പോകുമ്പോഴൊന്നും അത്ര കുഴപ്പമില്ല, പക്ഷെ അത്രയും സ്പീഡിൽ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ ഇത് തിരിക്കുക, ഈ വെട്ടിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര ആ വെയിറ്റ് ഫീൽ ചെയ്യും കയ്യിൽ. അപ്പൊ എസ്പെഷ്യലി സ്പീഡും കൂടെ കൂടും. അപ്പൊ എനിക്ക് ഭയങ്കര ആംബുലൻസ് ഡ്രൈവർമാരോട് ഒരു കുറച്ച് കൂടുതൽ റെസ്പെക്ട് കൂടി. അപ്പൊ അത് ഇപ്പൊ ഇതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ജഗദീഷ് ചേട്ടൻ, കോമഡി ചെയ്യാനായിട്ട് ജഗദീഷ് ചേട്ടൻ ഉണ്ട്, എബിൻ ഉണ്ട്, അവരൊക്കെ അങ്ങ് മാറ്റി വെക്കാം. നോബി ചേട്ടൻ ഉണ്ട്. എനിക്കറിയേണ്ടത് നമ്മുടെ സ്ഫടികം ജോർജ്. കാരണം പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം കോമഡി ചെയ്തേക്കുന്നത് ഉള്ളില് ജോർജ് സാർ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് വന്നത് സ്ഫടികം, അതിൽ ലാലേട്ടൻ ഇടി മേടിക്കുന്നു, ലേലം സുരേഷേന്റെ ഇടി മേടിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മായാമോഹിനി അല്ലെങ്കിൽ ഹലോ, അങ്ങനത്തെ കുറച്ച് കോമഡി ചെയ്തിട്ടുണ്ട്. അവസാനം ബ്രോഡാഡി, ആ രീതിയിൽ. അപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു പൂക്കിയാണോ റിയൽ ലൈഫിൽ? ഇതിലെ ക്യാരക്ടർ ഭയങ്കര രസമാണ് ജോർജ് സാറിന്റെ. ജഗദീഷേട്ടനൊക്കെ കുറച്ചും കൂടെ ഒരു ഇച്ചിരി സീരിയസ്, ഭയങ്കര സീരിയസ് അല്ല ജോർജ് സാർ, പക്ഷെ ഭയങ്കര അതിന് കുറച്ചൊരു പ്ലേഫുൾ ആയിട്ടൊക്കെ പ്ലേസ് ചെയ്തേക്കണ ക്യാരക്ടറിനെ. അതെ, വല്യപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെയാ, തിയോന്റെ വല്യപ്പച്ചൻ എന്നുള്ള രീതിയിലാണ്. കനക ചേച്ചി ഒരു വല്യമ്മച്ചി, അങ്ങനെ 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 കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോ ജോർജ് സാറാണെന്ന് തോന്നുന്നു എനിക്കിതിൽ പറഞ്ഞ പോലെ. എന്താ പറയാ, കുറച്ച് നീ ഇങ്ങനെ ഇരിക്കല്ലേ, നീ ചാടി ചാടി നിൽക്കുന്ന. പക്ഷെ പുള്ളി ഭയങ്കര പ്രായമുള്ള ആളാ. പക്ഷെ പുള്ളി അതാ പറയണേ എന്റെ അടുത്ത്, നീ ഇങ്ങനെ പ്രായമായിട്ടുള്ളവരെ പോലെ ഇരിക്കില്ല, നീ ചാടി ചാടി നിൽക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യ് നീ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ്. ഇപ്പൊ നമ്മുടെ ജഗദീഷ് ഇപ്പൊ നമ്മുടെ ദേവികയാണെങ്കിൽ KP സുലർ ചേച്ചിയൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, സിദ്ദിഖ് ഇക്ക, ഇന്നസെന്റ് ഏട്ടൻ, മാത്യു ആണെങ്കിലും ഇതുപോലത്തെ സീനിയേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജഗദീഷ് ചേട്ടനെയൊക്കെ ഒപ്പം അഭിനയിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ ലെവലിലോട്ടാണ് പോണത്, അല്ലെങ്കിൽ പുള്ളി നിങ്ങളുടെ ലെവലിലോട്ടാണ്? ആ ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഏജ് എന്ന് പറയുന്നൊരു കാര്യം വെച്ചിട്ട് ഒരു അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് തോന്നിയില്ല. ഇൻ ദ സെൻസ് ദാറ്റ് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒബ്വിയസ്ലി അവരുടെ അടുത്തൊക്കെ എത്താന്ന് പറയുന്നത് എന്താ, അങ്ങനെയൊന്നും പറയാനേ പാടില്ല. ആക്ച്വലി അങ്ങനെ ഒരു കോൺവെർസേഷനേ ഉണ്ടാവാൻ പാടില്ല. അവരുടെ അടുത്ത് മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക. അവരുടെ അടുത്ത് അഭിനയിക്കാൻ പറ്റുന്ന, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ഭാഗ്യമാണെന്നുള്ളതിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അതിനൊക്കെ മാക്സിമം ചെറിഷ് ചെയ്യുക. ഒരൊറ്റ കാര്യമുള്ളൂ എപ്പോഴും. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയതില്. ലളിത ആന്റിയും ഇന്നസെന്റ് അങ്കിളും ശ്രീനിവാസൻ സാറും എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം എന്തൊരു വലിയ ബ്ലെസ്സിങ് ആ സത്യം പറഞ്ഞാൽ. നമ്മൾ ചെറുതാവുമ്പോൾ മുതൽ കണ്ട ലിവിങ് ലെജൻസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് സന്തോഷമാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇപ്പൊ ജഗദീഷ് അണ്ണൊക്കെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മനുഷ്യരാണ്, ഒരിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയി പോകും ഷൂട്ടിന്റെ ഇടയിൽ. എങ്ങനെയാണ് പുള്ളിയൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ഓൺ ആക്കണത്? സാറിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ആർക്കും ഇല്ലാത്ത അത്രയും എനർജി സാറിനുണ്ട്. എല്ലാ നേരവും എനിക്ക് തോന്നുന്നു ഈ കോൺസ്റ്റന്റ്ലി എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു മോട്ടീവ് ഉള്ളിലുള്ള ആൾക്കാര്, ആ ഒരു എനർജി അത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആ. നമ്മൾക്കൊക്കെ ആ എനർജി തരും. അപ്പൊ സാറ് വന്ന് എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറും. കാരണം എപ്പോഴും പറയുന്ന പോലെ എനർജി ഈസ് കണ്ടേജിയസ്. അപ്പൊ ഒരാൾ ഭയങ്കര എനർജിയിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചെങ്കിലും അങ്ങോട്ടേക്ക് എത്തും. ഇപ്പൊ അതില് ട്രെയിലറിൽ നോബിച്ചേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളെ പരിഹസിക്കാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല എന്ന്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമയും ഹിറ്റാവണമെന്നില്ല. ഇപ്പൊ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. ഈ പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും കാണുകയും ചെയ്യത്, നമ്മൾ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അയച്ചു തരും, കണ്ടാടാ അതിനെ കുറിച്ച് ട്രോളെന്നും പറഞ്ഞു. ഇതിനൊക്കെ ബ്രോ എങ്ങനെയാ ഫേസ് ചെയ്യാറ്? അല്ല, നല്ലത് എടുക്കുക. അല്ല, നല്ലത് എടുക്കാന്നല്ല, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. കാര്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
അല്ല പിന്നെ ബേസിക്കലി എന്തൊക്കെ തെറ്റുകൾ വരും ഉറപ്പായിട്ടും. അതെ, അപ്പോൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റന്റ്ലി ഗ്രോ ചെയ്യുക, തെറ്റുകൾ മനസ്സിലാക്കുക, തിരുത്തുക. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിച്ച കാര്യം ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരി എന്ന് തോന്നുന്നത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്യുക. ഞാനിപ്പോ മാസ്റ്റേഴ്സ് ചെയ്യുക ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ. അപ്പൊ ഈ പഠിത്തവും അഭിനയം കൂടെ എങ്ങനെയാ? പഠിത്തം അവരെനിക്ക് ലീവ് തരും അഭിനയിക്കാൻ പോകാൻ വേണ്ടി. അപ്പൊ അതെ, ഭയങ്കര സപ്പോർട്ടീവാണ് കോളേജ് ആക്ച്വലി. അപ്പൊ അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആ ഒരു കാര്യത്തിന്. കാരണം അവര് സപ്പോർട്ടീവ് അല്ലായിരുന്നെങ്കിൽ, സ്കൂളിലും കോളേജിലും സപ്പോർട്ടീവ് അല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അപ്പം മുതൽ ഇപ്പം വരെ കോൺസ്റ്റന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം 10th 11th 12th കഴിഞ്ഞു, പിന്നെ അണ്ടർ ഗ്രാഡ് കഴിഞ്ഞു, PG കഴിഞ്ഞു. ഞാൻ ഒരു ബ്രേക്ക് ഇയർ ഒന്നും എടുക്കാതെ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇതിന്റെ ഇടയിലാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് എപ്പോഴും നന്ദി ഉണ്ടാവും. അത് ടീച്ചേഴ്സിൻ്റെ അടുത്തും സ്റ്റാഫിൻ്റെ അടുത്തും കോളേജിൻ്റെ അടുത്ത് ഓൾ ടുഗെദർ. നമുക്ക് ഡയറക്ടറിനെ കുറിച്ച് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ 10 ലോക്കൽ കോള്, വേട്ടയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ഞാൻ ഇടയ്ക്ക് അറിയണം. വേട്ടയുടെ സ്ക്രിപ്റ്റ്, പിന്നെ ജയസൂര്യ അഭിനയിച്ച താങ്ക് യു, അങ്ങനത്തെ കുറെ പടത്തിന്റെ. അപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും അത്രയും ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് കോമഡി ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ എന്താ വ്യത്യാസം? കോമഡി അല്ല, ഇമോഷണൽ സാധനം ചെയ്യുമ്പോഴത്തേക്കും സ്ലൈസ് ഓഫ് ലൈഫ് ആണ്. കോമഡി എന്നുള്ളതല്ല. കോമഡി എലിമെന്റ്സ് ഉണ്ട്. പിന്നെ അരുൺ ചേട്ടൻ എന്താന്ന് വെച്ചാൽ അത്രയും കൺവിക്ഷൻ, ഫസ്റ്റ് ടൈം കൂടെ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജെനുവിനിറ്റി ഉണ്ടാവുമല്ലോ. നമ്മൾ അത്രയും 100% ഇട്ടിട്ടാണ് അരുൺ ചേട്ടൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും. അത് നമ്മളെല്ലാവരും അത്രയും കംഫർട്ടബിൾ ആയി വർക്ക് ചെയ്തൊരു സെറ്റും കൂടെയാണ്. ഇതിലങ്ങനെ ത്രില്ലർ എലിമെന്റ്സ് എന്തായാലും പടത്തിലില്ല. അങ്ങനെ ഭയങ്കര ഭീകര ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്താ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉള്ള സിനിമയല്ല. ഇമോഷൻസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമോഷൻസിന്, അതെ അതെ, ഹ്യൂമൻ ഇമോഷൻസ് നന്നായിട്ട് എഴുതിയിട്ടും ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിനെയും ആ ഒരു ജേർണിയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മെന്റൽ എന്നും പറഞ്ഞ എന്തോ ആൾക്കാർ സൈക്കോ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എന്താ അങ്ങനത്തെ ഇച്ചിരി എക്സെൻട്രിക് ഇതായിട്ടാണോ? അല്ല, അത് മൊത്തത്തില് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഇവൻ ചെറുപ്പം മുതല് അങ്ങനെ ആരും ഇല്ലാണ്ട് ആയ ഒരു ഇതുള്ളതുകൊണ്ട് അവന് അങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് അവന് ആൾക്കാര് ഇവനും ഒരു സ്പേസ് കൊടുക്കുന്നില്ല കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇവനും കുറച്ച് സമയം എടുക്കും. കാരണം ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ്. ഇവന്റെ ഒരു ട്രോമ ഉണ്ട് ഇവന്റെ ജീവിതത്തിൽ. ഇവന് വളരെ കുഞ്ഞിലെ കിട്ടിയ ഒരു ട്രോമ കാരണം ഇവൻ അതിന്ന് അല്ലെങ്കിൽ അത് ആ സമയം മുതൽ ഇവൻ അങ്ങനെ ഒരു പ്രോപ്പർ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവനങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു മെന്റൽ സ്പേസും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ കംഫർട്ടിന് വേണ്ടി കണ്ടെത്തിയ കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ നോർമൽ അല്ല എന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ അതിൽ നിന്നുണ്ടായൊരു വിളിപ്പേരാണത്. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊരു നല്ല ചില പേരുണ്ടാവൂലേ? എന്തോ ഭാഗത്തിന് ഇതുവരെ ഇപ്പൊ ഈ ട്രെയിലറിൽ തന്നെ പറയുന്ന ഒരു ലാസ്റ്റത്തെ ഡയലോഗ് സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താ? അതെ, എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും അടുത്തുണ്ടാവുക എന്നുള്ളത് ഭയങ്കര, ഇപ്പൊ ആ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കണമെന്നോ ഒന്നുമില്ല. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അല്ല ആൾക്കാരുണ്ട് ചുറ്റും, പേടിക്കണ്ട എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആരെങ്കിലും ഉണ്ടാവുക കൂടെ എന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യം. ഇപ്പൊ പ്രശ്നം എന്താന്ന് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. മാത്യുനെ നോക്കിട്ടാ പറഞ്ഞു ദേവിക്കാണെങ്കിലും. ദേവികാണെങ്കിലും അങ്ങനെയാണ്. എന്റെ ചിന്ത അവിടെ എത്തി, കണ്ടെത്തിയില്ല. ഞാനല്ലേ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഒരാള് എനിക്ക് ഐ എം ബ്ലെസ്ഡ് വിത്ത് വെരി ഗ്രേറ്റ് ഫ്രണ്ട്സ്. അവര് ആ ഒരു കാര്യത്തിൽ ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണ്. അതിന് ഒരു പോയിന്റിലും അങ്ങനെ ഫുള്ളായി ഒറ്റയ്ക്കായി പോയി അങ്ങനെയൊന്നും തോന്നേണ്ടി വന്നിട്ടില്ല. കാരണം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ. പക്ഷെ നമ്മൾ ഭയങ്കരമായി വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്നെ കൺട്രോൾ പോകും. അപ്പം അതുവരെ പിടിച്ചൊക്കെ നിൽക്കുമായിരിക്കും. നല്ല രീതിയിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ കരഞ്ഞു തുടങ്ങുക. അതും ആ ഒരു സ്പേസ് തരാനും അത്
നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഇന്ററാക്ട് ചെയ്യാനും വിളിക്കാനും ഒക്കെ വരുന്ന ഫ്രണ്ട്സ് അത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനത്തെ ആൾക്കാരുള്ളത്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് ഓൾറെഡി. ഞാൻ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ എനിക്ക് വേഗം വരും. ഞാൻ എന്തെങ്കിലും ഞാൻ കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി പോകാനൊന്നും പറ്റൂല, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെയുള്ള റീസെന്റ് സിനിമ വല്ലതും ഉണ്ടോ? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ചെറുതാകുമ്പോൾ മുതൽ ഉണ്ടായിട്ടുണ്ട്. എന്നും നിന്റെ മൊയ്തീനൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കാറ് നടക്കണവരെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മയൊക്കെ ചോദിക്കും എന്ത് പറ്റിയത്, സാരമില്ല അത് സിനിമയാണ്. അത് പക്ഷെ പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അത്രയും ഇൻവോൾവ് ആയി കാണുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞ് റീസെന്റ് എന്താ അങ്ങനെ ഞാൻ കാന്ത കണ്ടു ഒരുപാട് കരഞ്ഞു ആക്ച്വലി. ഞാൻ എനിക്കൊന്ന് കാതില് അന്ന് പെട്ടെന്ന് ഓർമ്മയിലുള്ള കാതില് കണ്ടിട്ട് ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ സൂര്യ റിപ്പോർട്ടറെ നല്ലോണം കരഞ്ഞു സിനിമ. ഞാൻ തന്മാത്രയൊന്നും എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. ഇനി ഒരിക്കൽ കൂടെ ഞാൻ അവിടെ ഇവിടെ കേട്ടൊക്കെ ഉണ്ടാക്കണം. ഒറ്റരിപ്പിലൊന്നും എനിക്കത് എനിക്ക് പറ്റില്ല. കഥ പറയുമ്പോൾ ലാസ്റ്റ് മമ്മൂക്ക അതെ പറ്റൂല, കാണാൻ പറ്റൂല, കരഞ്ഞൊരു വഴിയാവും. ഈ സിനിമയിൽ സീൻസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കരയാറ്? അല്ല ബേസിക്കലി എന്താ പറയാ, നമുക്ക് ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷൻ മനസ്സിലാവും. നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം വരും. പിന്നെന്താ ഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട്. ഗ്ലിസറിൻ ചിലപ്പോ ആദ്യത്തെ തവണയൊക്കെ ഒരു തവണയൊക്കെ ശരിക്കും നമ്മൾ കണ്ണിലൊക്കെ വെള്ളം വരും, കരയൊക്കെ ചെയ്യുമായിരിക്കും, ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോവായിരിക്കും. പക്ഷെ 1-2 തവണ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ തവണ ഓട്ടോമാറ്റിക്കലി വരാത്തുണ്ട്, ഗ്ലിസറിൻ ഇട്ട് കരയും ബാക്കി. ഇനിയിപ്പോൾ ഈ ഒരു സിനിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെമ്മറി നിങ്ങളോട് ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇതെന്തായാലും ഇനിയുള്ള കാലത്തേക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ളൊരു ഓർമ്മ? ഇത് സ്പെസിഫിക്കലി സെറ്റിലല്ല, നമ്മളന്ന് ആക്ച്വലി ട്രിവാൻഡ്രത്താണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഐ ഫെൽ ഇൻ ലവ്. ഫുൾ പ്ലേസിനകത്ത് അത്രയും എനിക്ക് ഇഷ്ടം തോന്നിയത് നമ്മൾ ആക്ച്വലി സെറ്റിലായി പോയപ്പോഴാണ്. വർക്കലയും കോവളും ഒക്കെ എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയൊരു സ്ഥലം ആയി മാറിയത് ഈ സിനിമയും സെറ്റും എല്ലാ കാര്യങ്ങളും കൊണ്ടാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഒരു തവണ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാസ്റ്റിൽ കുറച്ച് പേര് നമ്മളെല്ലാവരും കോവളത്ത് ബീച്ചിലൊക്കെ പോയിരുന്നു. അന്ന് നമ്മൾ കുറേ നേരം ചുമ്മാ ബീച്ചിൽ വെറുതെ ആകാശത്ത് നോക്കിയിരുന്നു, കുറേ സ്റ്റാർസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫോൺ മെമ്മറിയാണ്. അപ്പോൾ സെറ്റൊന്നും ബിയോണ്ട് സെറ്റ് എന്താണ് കണക്ഷൻസ് ഫോം ചെയ്യുന്നത്. ആക്ച്വലി ദ ഫാക്ട് ദാറ്റ് ഐ ഹാവ് മാത്യു ആസ് എ ഫ്രണ്ട് ഓൾസോ, അതും ദാറ്റ് ഇസ് സച്ച് എ നൈസ് മെമ്മറി. കണ്ടോ, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലൊന്ന് കനക ചേച്ചിയായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു, ഒരു സോങ് കട്ട. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ കനക ചേച്ചിയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് ചേച്ചി സീനായിരുന്നു സോങ് കട്ടാന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്നെ ഇങ്ങനെ തലോടി അങ്ങനെ ഒരു സോങ് കട്ടോ സീനും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും എൻ്റെ ഗ്രാൻഡ് മദറിനെ ഓർമ്മ, 2 ഗ്രാൻഡ് മദേഴ്സിനെ ഓർമ്മ വന്നു. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ 2 ഗ്രാൻഡ് മദേഴ്സും മരിച്ച. എനിക്ക് അങ്ങനെ ഭയങ്കര ചെറിയ മെമ്മറീസേ ഉള്ളൂ. പക്ഷെ ആ ഒരു വാമത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഓർമ്മ ഉണ്ടാവില്ല എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ട് ആ ഒരു സ്നേഹം ഭയങ്കര ആ ഒരു എൻ്റെ അമ്മച്ചീനെയൊക്കെ മിസ് ചെയ്തു. അപ്പൊ എനിക്ക് കനക ചേച്ചിയുടെ അടുത്ത് അങ്ങനെ ഒരു എല്ലാവരോടും അങ്ങനെ ഒരു സ്നേഹം തരുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഞാൻ 2 പേരുടെ നൈസായിട്ട് അടി ഉണ്ടാക്കി തരാം, കുത്തിരിപ്പ് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞായിരുന്നല്ല സൂപ്പറായിരുന്നു എൻ്റെ സാധനം. സത്യം പറ, നസ്ലിൻ്റെ ഒപ്പം അഭിനയിക്കുന്നതാണോ മാത്യുവിൻ്റെ ഒപ്പം അഭിനയിക്കുന്നതാണോ ഏറ്റവും അടിപൊളിയായിരുന്നു? അങ്ങനെ ചൂസ് ചെയ്യില്ല. 2 പേരുടെ ഒരു അല്ല അല്ല അത് ബേസിക്കലി ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തേക്കുന്നത് ഭയങ്കര അധികം കംഫർട്ടബിൾ. ദേവിയായിട്ട് അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നല്ല, അല്ല ഞങ്ങള് യൂഷ്വലി നമ്മള് ആദ്യമായിട്ട് ആരോടെങ്കിലും ഇപ്പൊ വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഒന്ന് സെറ്റ് ആവാൻ ഒരു സമയം എടുക്കുമല്ലോ, ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് ഒക്കെ ഉണ്ടാവില്ല, 2 ദിവസം എടുക്കും. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഈ സെറ്റിലാണ് ആദ്യമായിട്ട് കാണുന്നത്, അറിയാം. പക്ഷെ അങ്ങനെ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഭയങ്കര സംസാരിച്ചു തുടങ്ങി. കുറെ മ്യൂച്വൽ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മ്യൂസിക് ആയാലും സിനിമകളായാലും ഒക്കെ. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഐസ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നില്ല. അതെ,
അപ്പൊ എന്തായാലും ഹാപ്പിയല്ലേ? ആഫ്റ്റർ ചൂസിങ് ഔട്ട് റൈറ്റ്, ഐ മീൻ, പക്ഷെ വാലിഡ് ഓൾസോ, ഐ വുഡ് ഓൾസോ ഡു ദ സെയിം. നമ്മൾ സിനിമയെ കുറിച്ചൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. ഇനി നമുക്ക് തൽക്കാലം ഒരു 1-2 കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ചോദിക്കാം. അപ്കമിങ് പ്രൊജക്ട്സ് കാര്യങ്ങൾ പറഞ്ഞോളൂ. കത്തനാർ വരാനുണ്ട്. അതാണ് ഞാൻ ചോദിക്കാറുണ്ട്. ഒരു പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ കരുതി സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ട് മാത്രമായിരിക്കില്ല, അഭിനയിച്ചിട്ടുണ്ടാവും. സ്നേഹം കൊണ്ടും ചെയ്തതന്നെ. അത് അത്രയും ഗ്ലിംസ് കണ്ടപ്പോ തന്നെ കാണാൻ കൊതിച്ചിരുന്ന ഒരു പടമാണ് കത്തനാർ. അപ്പൊ അത് സ്നേഹം കൊണ്ടല്ലാതായത് ഒരുപാട് സന്തോഷം ആ ഒരു കാര്യത്തിന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ കത്തനാർ. റോജൻ ചേട്ടത്ത് ഞാൻ മെസ്സേജ് അയക്കും. റോജൻ ചേട്ടൻ ഞാൻ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ആലോചിക്കും കത്തനാരിനെ പറ്റി എപ്പോഴാന്നുള്ള കാര്യം. അത് ഭയങ്കര എക്സൈറ്റഡ്. പിന്നെ ഒറ്റക്കൊമ്പൻ ചെയ്യുന്നുണ്ട്. ഒറ്റക്കൊമ്പൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് നാളായി ബ്രേക്കായി. ഇനി കുറച്ചും കൂടെ ഷൂട്ട് ബാക്കിയുണ്ട്. കത്തനാരിനെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂല, എപ്പോഴാണ് ഇത് വരാൻ പോകുന്നത്? എനിക്ക് അവര് ഒരുപാട് കംപ്ലീറ്റ് ചെയ്തോ? ഷൂട്ട് ഫുൾ ഫിനിഷ് ആയി. പോസ്റ്റ് ഹെവി ആയതുകൊണ്ടാണ് അത്. കാരണം ആ ക്വാളിറ്റിയിൽ ഗ്ലിംസ് ഒക്കെ വരുമ്പോൾ ആ ക്വാളിറ്റി തന്നെ വേണ്ടേ ഡെലിവർ ചെയ്യുമ്പോൾ ബാക്കി വരുമ്പോഴും. അപ്പൊ അതിനായി അവര് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോ എന്തായാലും അടിപൊളിയായി തന്നെ വരണം എന്നുള്ളൊരു കാര്യം കൊണ്ട്. ലാലേട്ടൻ ഉണ്ടെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ അല്ലേ? അറിയില്ല, എനിക്കറിയില്ല. ബ്രോന്റെ ഉടുമ്പൻചോല വേഷൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, ഉടനെ ഉണ്ടാവും. പോസ്റ്റ് കഴിയാറായി. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സിനിമ പ്രഥമ ദൃശ്യയിൽ കുറ്റക്കാരെന്ന്. അതെ അതെ, പോലീസായിട്ട്. അപ്പൊ അതിന്റെ ഷൂട്ട് നടക്കുന്നു. രസമുള്ള കൂട്ടുകാരൻ പാർവ ചേച്ചിയെ ലീഡ് ചെയ്യുന്ന സിദ്ധാർത്ഥ് വരുന്നുണ്ട്, ഉണ്ണിമ ചേച്ചി ഉണ്ട്, അസീസിക്ക ഉണ്ട്, പിന്നെ ഏട്ടനുണ്ട്, കുറെ പേരുണ്ട്. ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇപ്പൊ അന്ന് വന്നപ്പോ ബ്രോ പറഞ്ഞായിരുന്നു പ്രൈമലി 2 വലിയ കുഴപ്പമൊന്നുമില്ല, അത് നടക്കും എന്നുള്ള സാധനം. കുഴപ്പമില്ല. പിന്നെ അത് കുറെ റൂമർ കേൾക്കുന്നു, ഇല്ല പ്രൈമലി 2 ഉണ്ടാവില്ല. ഇല്ല, അത് കുറച്ചുകൂടി ഒരു വലിയ സിനിമയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അത് അങ്ങനെ ഒരു എന്താ പറയാ, അത് നടത്തി കിട്ടുക എന്നുള്ളൊരു പരിപാടി. അത് ആ സ്കെയിൽ ചെയ്യും. ഇനി ഭയങ്കര അത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ക്വാളിറ്റിയിലും ഡെഫിനറ്റ്ലി ഇത് ഫസ്റ്റിനേക്കാളും എൻജോയ് ചെയ്യാനും പിന്നെ കുറച്ചും കൂടി ഒരു എന്റർടൈനർ ആയിട്ടാ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അത് രസമായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ എന്തായാലും ഫെബ്രുവരി 13 പടം ഇറങ്ങുവാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. എന്താ ബ്രോ പരിപാടി? എന്താ ദിവ്യ പരിപാടി? എനിക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നും. ഷഡേന്നൊരു ദിസ്വർദാറ്റും കൂടെ ചോദിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. പെട്ടെന്ന് തുടങ്ങാം. വേലായുധം ഓർ തുപ്പാക്കി? തുപ്പാക്കി. തുപ്പാക്കി ഓർ തലൈവർ? തുപ്പാക്കി. തുപ്പാക്കി ഓർ ജില്ല? തുപ്പാക്കി ഓർ കത്തി? കത്തി. കത്തി ഓർ തെരി? തെറി. തെറി ഓർ ഭൈരവ? തെറി. തെറി ഓർ മെർസൽ? തെറി. തെറി ഓർ ബിഗിൽ? തെറി. തെറി ഓർ മാസ്റ്റർ? തെറി. തെറി ഓർ ബീസ്റ്റ്? ഞാൻ തെറി പറയുന്നില്ല. തെറി. തെറി ഓർ ഗോട്ട്? തെറി. തെറി ഓർ ലിയോ? ലിയോ. ഓക്കെ, ഇപ്പോൾ ലിയോ ജയിച്ചിരിക്കുന്നു. ഇനി ദേവികനോട് ഞാൻ കുറച്ച് മാത്യുവിൻ്റെ സിനിമകൾ ചോദിക്കാം. കുമ്പളങ്ങി ഓർ തണ്ണീർമത്തൻ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ അഞ്ചാം പാതിര? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ ഓപ്പറേഷൻ ജാവ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ ജോയാൻജോ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ നെയ്മർ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ ലിയോ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ വൺ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ ബ്രൊമാൻസ്? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ നെല്ലിക്കാമ്പൊയിൽ? കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി? കുമ്പളങ്ങി. That was your film. Oh, I mean, കുമ്പളങ്ങി. കുമ്പളങ്ങി ഓർ മകൾ? മകൾ. മകൾ ഓർ ഞാൻ പ്രകാശൻ? ഞാൻ പ്രകാശൻ ചോദിച്ചു. ഈ കുമ്പളങ്ങിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചത്, ബ്രോ ഇപ്പൊ ഫെബ്രുവരി 7 7 വർഷം ആഘോഷിച്ചത്. എവിടെയാണ് മധുസി നാരായണൻ? സിനിമ ഇല്ലാന്നുള്ള രീതിയിൽ പോയി കളഞ്ഞു. ഇല്ലല്ല, മധുവേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഒരു സിനിമ കഴിഞ്ഞ ഉടനെ അടുത്ത സിനിമ ചെയ്യുന്ന ഒരാളല്ല. മധുവേട്ടൻ ഇപ്പൊ കുമ്പളങ്ങി ചെയ്താണെങ്കിലും ഇപ്പൊ നമ്മൾ കുമ്പളങ്ങി വന്നപ്പോഴായിരിക്കുമല്ലോ മധുവേട്ടനെ പറ്റി അറിയുന്നത്. പക്ഷെ മധുവേട്ടൻ അതിനു വേണ്ടി ഒരു 6-7 വർഷത്തോളം, എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സമയം മുതലേ അവര് അസോസിയേറ്റ് ചെയ്യുന്ന ആശികേട്ടൻ അതിന് മുമ്പേ ചെയ്തോണ്ട് പറഞ്ഞ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സമയത്ത് ഷൂട്ട് എടുക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു തോട്ടാണ് കുമ്പളങ്ങി. അന്ന് ശരിക്കും ഞാൻ ചെയ്യാനിരുന്ന ക്യാരക്ടർ ബാസിയായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് മധുവേട്ടൻ ഇത് ഇരുന്ന് ഡെവലപ്പ് ചെയ്ത്. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിനൊരു 4 വർഷത്തോളം മുമ്പ് തന്നെ മധുവേട്ടൻ കുമ്പളങ്ങിയിൽ ഒരു ഇതെടുത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അതാണ് ആ സിനിമയുടെ മാജിക്. മധുവേട്ടന്റെ അത്രയും വർഷത്തെ എഫേർട്ടും
മധുവേട്ടൻ ശ്രദ്ധിച്ച കാര്യങ്ങളുടെ അതാണ് അത്രയും ഡീറ്റെയിലിങ്ങും അത്രയും ലൈഫും ഷാമേട്ടനും ഷൈജുക്കയുടേതും. അപ്പൊ അത്രയും അതിന്റെ ഒരു ഇതുണ്ട് മധുവേട്ടൻ. അങ്ങനെ ഭയങ്കര എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്യണം, അത് ഏറ്റവും അതിന്റെ ബെസ്റ്റിൽ ചെയ്യണം, അത് മനസ്സിലാക്കി അതിന്റെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ളൊരു ആപ്റ്റ് ആളാ. അപ്പൊ എന്തായാലും ഇനി പ്രേക്ഷകരോട് എന്താണ് സുഖമാണോ സുഖമാണ് ടീമിന് പറയാനുള്ളത് വെച്ചാൽ പറയുക. എല്ലാവരും പടം കാണണം. ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റി, ഹ്യൂമൻ കണക്ഷൻസിനെ പറ്റി സംസാരിക്കുന്ന ഒരു പടമാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായി പറയുന്ന ഒരു കഥയാണ്. അതിന് ചെയ്ത രീതി കുറച്ച് അൺകൺവെൻഷനലായി, കുറച്ച് ഫണ്ണായിട്ടാണ് ചെയ്തത്. ഒരു പുതിയ രീതിയിലൊക്കെയാണ് അർജുൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തിയേറ്ററിൽ തന്നെ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് അതിപ്പം നല്ലതാക്കാൻ എന്നുള്ളതാണെങ്കിൽ അതാണെങ്കിലും, ഇനിയിപ്പോൾ നല്ലതായിട്ടുണ്ട് എന്നാണെങ്കിൽ അതാണെങ്കിലും എന്തായാലും പറയുന്നു വിചാരിക്കുന്നു. എന്തായാലും പടം ഒരു സക്സസ് ആവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.